തന്നെയാണ് ഇപ്പോഴും തമിഴ്നാട്ടിലെ വാൽപ്പാറ മേഖല ആകെയുള്ളത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് എന്നൊരു വാർത്ത ഇപ്പോൾ അവിടെ നിന്ന് വരുന്നു. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. സൂരജ് സജി അവിടെ നിന്നും ചേരുന്നു. സൂരജ്, മൃതദേഹം ആംബുലൻസിൽ കയറ്റിയോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണോ? പ്രജിന്ദ 6 വയസ്സുകാരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അല്പം മുമ്പാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധികളടക്കം ഈ മൃതദേഹം ഏറ്റുവാങ്ങാനുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്ന. ആദ്യഘട്ട ധനസഹായം എന്ന നിലയിൽ 50,000 രൂപയും കൈമാറി. പക്ഷേ ബന്ധുക്കളെ സംബന്ധിച്ച്, മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറെ വികാരനിർഭരമായാണ് അവർ ആ മൃതദേഹം ഏറ്റുവാങ്ങിയത്. കാരണം ഒരാഴ്ച മുമ്പാണ് ജാർഖണ്ഡിൽ നിന്ന് റോഷ്നി ഇങ്ങോട്ടേക്ക് എത്തിയത്. അതും അച്ഛൻ്റെ കൂടെ വരികയായിരുന്നു. അമ്മ 6 മാസത്തോളമായി ഇവിടെ ഈ തോട്ടം മേഖലയിൽ തൊഴിലെടുക്കുന്നു. അച്ഛൻ്റെ കൂടെ ഒരാഴ്ച മുമ്പാണ് കുഞ്ഞിങ്ങോട്ട് എത്തുന്നത്. പക്ഷേ കുട്ടിക്ക് ഈ വാൽപ്പാറയിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടുത്ത ബന്ധുക്കളുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷവും കുട്ടി ഒട്ടും ഊർജ്ജസ്വലയല്ലായിരുന്നു. കുട്ടിക്ക് നാട്ടിലേക്ക് പോകണം എന്നുള്ളത് തന്നെയായിരുന്നു കുട്ടിയുടെ ആഗ്രഹം. പക്ഷേ അമ്മയെ കാണുന്നതിന് വേണ്ടി അച്ഛനൊപ്പം വന്ന് ഇവിടെ കുറച്ചുനാൾ ചിലവഴിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അതിന്റെ ഭാഗമായാണ് കുട്ടിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു ആഴ്ച മുമ്പ് കൊണ്ടുവന്ന കുട്ടിയാണ് റോഷ്നി. പക്ഷേ ആ ഒരാഴ്ചക്കിപ്പുറം അവൾക്ക് ജീവൻ നഷ്ടമായതിന്റെ ഞെട്ടലിലാണ് കുടുംബമുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ഇവരുടെ ലയത്തിലെത്തി മറ്റുള്ളവരുമായി സംസാരിച്ചു. അവരെല്ലാം സംബന്ധിച്ച് ഈ അയൽവാസികൾക്കെല്ലാം തന്നെ ഞെട്ടലാണ്. കൂടെ തൊഴിലെടുക്കുന്നവർക്കെല്ലാം തന്നെ ഞെട്ടലാണ്. കാരണം ഇവർ പറയുന്നത് ആനയും പുലിയും അതോടൊപ്പം തന്നെ ഈ കാട്ടുപോത്തും എല്ലാം ഇവരുടെ ലയങ്ങൾക്ക് സമീപം വരാറുണ്ട്. പലപ്പോഴും അവ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടപ്പോഴും ഇത്തരത്തിൽ പുലി തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല, നനച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ലയത്തിൽ നിരവധി കുട്ടികളുണ്ട്. അവരെല്ലാവരും വലിയ ഭയപ്പാടിലാണ്. അവരെ ലയത്തിന് പുറത്തേക്ക് ഇറക്കാൻ പോലും ഭയമാണ് എന്നവർ പറയുന്നു. അത്തരത്തിൽ വലിയ ആശങ്കയിലേക്ക് പോലും ഈ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 4ാമത്തെ കുട്ടിയാണ് ഇത്തരത്തിൽ പുലിയുടെ ആക്രമണത്തിൽ ഈ വാൽപ്പാറയിൽ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ 8 മാസം മുമ്പാണ് സമാനമായ രീതിയിൽ അമ്മയ്ക്കൊപ്പം ഈ തേയിലത്തോട്ടത്തിന് സമീപമായി നിൽക്കുകയായിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയത്. പിന്നെ അന്ന് ആ കുട്ടിയുടെ ശരീരഭാഗങ്ങളായിരുന്നു ലഭിച്ചത്. ഇവിടെ എത്തുമ്പോൾ 6 വയസ്സുകാരി ഇന്നലെ വീടിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന സമയത്താണ് പുലി കുട്ടിയെ കടിച്ചു കൊണ്ടുപോകുന്നത്. അമ്മ ഇത് കാണുകയും അമ്മ വലിയ രീതിയിൽ ശബ്ദം വെച്ച് രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. അവസാനം സൂരജ്, എന്തായാലും ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾ കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നു. ഇവിടെ കോഴിക്കോട് നിന്ന് തത്സമയ ദൃശ്യം.